മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 3 സ്ഥലങ്ങളിൽ ആത്മസംതൃപ്തി തോന്നുന്ന വിധത്തിലുള്ള പ്രഭാഷണ പരമ്പരകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആദ്യത്തെ ക്ലാസ് IT കേരള എന്നൊരു സ്ഥാപനത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം പെൺകുട്ടികൾക്ക് വളരെ ധന്യമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു ക്ലാസ്. അവിടെ പെൺകുട്ടികൾ മാത്രം, അവരുടെ അമ്മമാര്, വീഡിയോ എടുക്കുന്ന ആളും അവിടുത്തെ ചില അധ്യാപകർ മാത്രമേ പുരുഷന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പെൺകുട്ടികൾ, ഭൂരിഭാഗവും മുസ്ലിം പെൺകുട്ടികൾ. അവര് ആ മതത്തിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞത് അവരുടെ ഡ്രസ്സിംഗ് കോഡിൽ നിന്നാണ്. വളരെ ധന്യമായിട്ടുള്ളൊരു പ്രഭാഷണമായിരുന്നു. ആത്മസംതൃപ്തി തോന്നുന്ന വിധത്തിൽ ആ ക്ലാസ് അവിടെ എടുക്കാൻ സാധിച്ചു. ദാമ്പത്യത്തെക്കുറിച്ചുള്ള ക്ലാസ്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ്, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള ക്ലാസ്, മാതൃത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്. ഏതാണ്ട് 2 മണിക്കൂർ പദാനുപദം ജീവിതം എന്താണെന്ന് വിവരിച്ചു കൊടുത്ത് ആ ഓരോ കുട്ടികളോടും പറഞ്ഞു, നമുക്ക് അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടില് ഏത് മതത്തിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, വളരെ മെലിഞ്ഞ ശരീരം വേണോ വളരെ തടിയുള്ള ശരീരം വേണോ എന്ന് പോലും തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയണം, നമ്മളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ സ്വീകരിക്കുമ്പോൾ ജീവിതം മുഴുവനും ഒരുമിച്ച് ജീവിക്കാനുള്ളവരാണ്. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കള് നമ്മളുടെ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവില്ല. അവര് കുറേ കാലം കഴിയുമ്പോൾ അവർ യാത്രയാവും. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമായിട്ടാണ് ജീവിതം. പൂർണ്ണമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രകൃതിയുടെ അനുഗ്രഹമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ആ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഏതെങ്കിലും റോട്ടിലൂടെ പോകുമ്പോൾ ഒരാൾ കണ്ടു, അയാൾ ചിരിച്ചു, അയാൾ കൈകാട്ടി വിളിച്ചു, അല്ലെങ്കിൽ ഒരു കണ്ണ് അടച്ച് മറ്റേ കണ്ണ് തുറന്നൊന്ന് സൈറ്റ് അടിച്ചു, അല്ലെങ്കിൽ പ്രേമിച്ചു, അല്ലെങ്കിൽ ഇഷ്ടം അഭിനയിച്ചു, അതല്ലെങ്കിൽ ഇടയ്ക്കൊരു കാര്യത്തിന് സഹായിച്ചു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം മുഴുവനും നമ്മൾ ആരുടെ കൂടെയാണോ കഴിയേണ്ടത് അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കരുത്. യഥാർത്ഥത്തിൽ പണ്ടത്തെ കാലത്ത് ജാതകം നോക്കി മാതാപിതാക്കളാണ് നമുക്ക് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, പാർട്ട്ണറെ തിരഞ്ഞെടുത്തിരുന്നത്. ആ ജാതകം നോക്കൽ പോലും കുറേ ചടങ്ങുകൾ രണ്ടുപേരുടെയും സ്വഭാവവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുമെങ്കിലും ഈ രാശിപ്പൊരുത്തവും രാശ്യാധിപ പൊരുത്തവും സ്ത്രീ ദീർഘപ്പൊരുത്തവും യോനിപ്പൊരുത്തവും ഗണപ്പൊരുത്തവും രജുപുരുഷവും അതൊന്നും സയന്റിഫിക് അല്ല, ലോജിക്കൽ അല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നത് വളരെ ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. അതിൽ നന്മകളുണ്ടെങ്കിൽ അതെടുക്കാം. അതിനെ മാത്രം അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ജാതകം ചേരുന്നത് കൊണ്ട് ഇത്രയും കാലം ജാതകം ചേർന്നതൊരെണ്ണം കിട്ടിയില്ല, ഇപ്പൊ ഇത് കിട്ടി, ഇനി കാത്തിരിക്കാൻ പറ്റില്ല, എന്തായാലും വിരോധമില്ല, അതങ്ങ് നടത്താൻ തീരുമാനിച്ചു എന്ന രീതിയിൽ പെൺകുട്ടികളായ നിങ്ങൾ ഒരു വരനെ
അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. അടിമുടി നിങ്ങൾ തമ്മിലുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വരികൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ജാതക ചേർച്ചയേക്കാളും മനപ്പൊരുത്തം എന്ന് പറഞ്ഞ് ധരിച്ചു വച്ചിരിക്കുന്നത് മുഴുവനും തെറ്റാണ്. മറിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാം. വളരെ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് വെറും ഡിപ്ലോമയുമാണ് ഉള്ളതെങ്കിൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ അടിമയായിട്ട് നിങ്ങൾ കഴിയേണ്ടി വരും. ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആയാലും. അതേപോലെ സമ്പത്ത് മാത്രം നോക്കിയിട്ട് ചിലരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു പാർട്ട്ണർ, മറ്റേ പാർട്ട്ണർ വളരെ റിച്ചാണ്, അവരുടെ കീഴിൽ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ രൂപത്തിൽ ഏതായാലും വിരോധമില്ല, ഇയാൾക്ക് പല ഗുണങ്ങളുണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ശരീരപ്രകൃതിയും അവരുടെ ശരീരപ്രകൃതിയും, നിങ്ങളുടെ മാനസികാവസ്ഥയും അയാളുടെ മാനസികാവസ്ഥയും, നിങ്ങൾ ജീവിച്ചു വളർന്ന ശീലവും അയാളുടെ ജീവിച്ചു വളർന്ന ശീലവും രൂപവും അതേപോലെ തന്നെ നമ്മളുടെ കുലവും ബാക്ക്ഗ്രൗണ്ടും, ഇങ്ങനെ വിദ്യയും വിത്തവും കുലവും രൂപവും മനവും ശീലവും പ്രായവും ആരോഗ്യവും ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഇന്ന് അത്രയും ബുദ്ധിമുട്ട് പെൺകുട്ടികൾക്കില്ല. പലപ്പോഴും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാത്ത ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് അമ്മയും അച്ഛനും ഇഷ്ടപ്പെട്ടവരെ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ അതിന് അനുവദിക്കരുത്. അതേ സമയത്ത് നിങ്ങൾ ആരെ വിവാഹം കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തിയ അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടുകൂടി വേണം. ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് വേണം ജീവിക്കാൻ. ആര് വലുത് ആര് ചെറുത് എന്നുള്ളതല്ല. ആര് എന്ത് ചെയ്താലും അതിനെയൊക്കെ കുറേയൊക്കെ ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്, അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതം മുഴുവനും മുമ്പോട്ട് പോകരുത്. ഇന്നലെ കഴിഞ്ഞതിലെ തിന്മകളൊക്കെ മറക്കുക. ഇന്നലെ വരെയുള്ള നന്മകൾ മറക്കാതിരിക്കുക. ഏത് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഒരു സ്ത്രീ സ്വന്തം ശരീരം പൂർണ്ണമായിട്ടും കാണിക്കുന്നത് ഒരു പുരുഷനാണ്. ഒരു പുരുഷന് സ്വന്തം ശരീരം മുഴുവനും കാണിക്കാൻ സാധിക്കുന്നത് സ്ത്രീയുടെ മുമ്പിലാണ്. അതേപോലെ മനസ്സും പൂർണ്ണമായിട്ടും കാണിക്കാൻ സാധിക്കുന്നത് പാർട്ട്ണറുടെ മുമ്പിലാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും യോജിക്കുന്ന ഒരേ ഒരു ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ആ ബന്ധത്തിൽ ഒരിക്കലും പുറമേ നിന്ന് വന്നിട്ട് വിള്ളലുണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നം പുറത്തു നിന്നല്ല അകത്തു നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോന്നും പറഞ്ഞ് വളരെ നല്ല രീതിയിൽ വളരെ ശാന്തമായ ഭാഷയിൽ വികാരത്തിൻ്റെ പുറത്തുള്ളൊരു പ്രഭാഷണമല്ലാതെ വിചാരത്തിൻ്റെ പുറത്ത് ഒരു പ്രഭാഷണം. നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അതേപോലെ നമ്മളുടെ മക്കളുടെ ജീവിതത്തെ നമ്മളുടെ ജീവിതം സ്വാധീനിക്കും. നമ്മളുടെ വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാക്കേണ്ടത് പുറത്തുള്ള ആരെങ്കിലും അല്ല. നമ്മളുടെ ശരീരത്തിൻ്റെയും മാനസികമായിട്ടുള്ള നന്മകൾക്ക് നമ്മളാണ് അതിന് കാരണം. ഏതെല്ലാം ദിവസം നമുക്ക് തിന്മകൾ മനസ്സിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുമോ ഓരോ സ്റ്റെപ്പായിട്ട് കുറയ്ക്കുക. ആ സ്ഥാനത്ത് നന്മകൾ കൂട്ടുക. വല്ല തെറ്റും നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി മാപ്പ് പറയാനും അത് നിരന്തരം ഊതി വീർപ്പിക്കാത്തൊരന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മൾ പാർട്ട്ണർമാർ ഒരുമിച്ച് ശ്രമിക്കണം. ഏതായാലും ആർക്ക് അസുഖം വന്നാലും മറ്റേത് നേഴ്സ് വന്നാലും ഏത് ആശുപത്രിയിൽ ചെന്നാലും ഏത് തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും ഒരു ഭാര്യയോട് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഭർത്താവിന് പറയാൻ സാധിക്കുന്ന പോലെ ഭർത്താവിനോട് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ പറയാൻ ഭാര്യയ്ക്ക് സാധിക്കുന്ന പോലെ വേറെ ഒരു ഹോം നേഴ്സിനും സാധിക്കില്ല. ആണായാലും പെണ്ണായാലും സാധിക്കില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് നമ്മളാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേയധികം മുസ്ലിം കുട്ടികളായിരുന്നു, 50% കൂടുതൽ മുസ്ലിം കുട്ടികളായിരുന്നുവെങ്കിലും രാമായണത്തിൽ സ്ത്രീകളുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. മഹാഭാരതത്തിൽ സ്ത്രീകളുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തു.
എന്നിട്ട് ഗാന്ധാരി കണ്ണുകെട്ടി നടന്നതുകൊണ്ട് മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വിവരിച്ചു. ഒരു ഭർത്താവ് ഭാര്യയെ പണയപ്പെടുത്തിയതിൻ്റെ പരിണത ഫലമാണ് മഹാഭാരതം എന്ന് വിവരിച്ചു. മക്കൾ ചൂത് കളിച്ചപ്പോൾ അമ്മ നോക്കി നിന്നു കുന്തി ദേവി. അതാണ് ആ മക്കൾക്ക് 13 വർഷം കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ്. ഭാര്യ പറയുന്നത് ഭർത്താവ് കേട്ടില്ല. മണ്ഡോദരിയുടെ ഉപദേശം രാവണൻ കേട്ടിരുന്നു എങ്കിൽ അകാലമൃത്യു ഉണ്ടാകുമായിരുന്നില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വഴക്കിട്ടതാണ് ബാലിസുഗ്രീവന്മാരുടെ പ്രശ്നത്തിന് കാരണം. അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങൾ അറിയിച്ചു. ഇതെല്ലാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ് ഏറ്റവും അധികം സ്വാധീനിച്ചത് മുസ്ലിം പെൺകുട്ടികളെ ആയിരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ മാറി നിന്നപ്പോൾ ഒരു കുട്ടി വന്നു, ഒരാൾ വന്നു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, പാലക്കാടുള്ള എൻ്റെ അടുത്ത ബന്ധു, ആ ബന്ധുവിൻ്റെ മകള് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, അല്പം വിക്കുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ജീവിതം നന്നാവണമെന്ന് പറഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ ജോലിയുള്ള ഒരു പയ്യനെ കൊണ്ട് ഈ അല്പം വിക്കുള്ള പെൺകുട്ടിയെ ധാരാളം പൈസ കൊടുത്ത്, ഇയാളുടെ പ്രോപ്പർട്ടി എല്ലാം വിറ്റ പൈസ എല്ലാം കൊടുത്ത് വിവാഹം കഴിച്ചു. ആ പയ്യൻ ഈ കുട്ടിയുടെ കൂട്ടത്തിൽ 2 ദിവസം ചെലവഴിച്ച് ഗൾഫിൽ പോയി. 10 വർഷമായി. തിരിച്ചു വിളിക്കുന്നേയില്ല, ഒരു ബന്ധമില്ല. മുസ്ലിം പെൺകുട്ടി. ആ കുട്ടി ഇപ്പോഴും കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കാലാപാനി എന്ന സിനിമയിൽ ആ ഒരു ഇതുപോലെ ഇയാൾ എന്നോട് പറയായിരുന്നു, ആ പെൺകുട്ടി കാത്തിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നില്ലെങ്കിലും വിരോധമില്ല, ഒരിക്കലെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ത് സന്തോഷമാകുമായിരുന്നു. ആ വിളിയും കാത്തോണ്ട് ഒരു പെൺകുട്ടി 10 വർഷമായിട്ട് കാത്തിരിക്കുകയാണ് സാർ. ആ പൈസ അയാള് ഈ പെണ്ണിൻ്റെ പേരിലുള്ള സ്വത്തിന് മാത്രം മോഹിച്ച് അത് കൈക്കലാക്കി അയാൾ പോവുകയും ചെയ്തു. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ടച്ച് ചെയ്തത് ആ കുട്ടിയുടെ ജീവിതമാണ്. വേറൊരു സ്ത്രീ, അതും മുസ്ലിം സ്ത്രീയാണ്, വന്ന് ചിരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, സാറേ, ഇതൊക്കെ സാറ് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം സാർ ഇന്ന് പറഞ്ഞത് പറയണം, എല്ലാവർക്കും അതെത്തണം. നമ്മളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് സാറേ. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് പോലും. ഏതോ ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചു വന്ന് അതൊക്കെയാണ് ജീവിതം എന്ന് ധരിച്ചു ഞങ്ങൾ. ആ സ്ത്രീ കരയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ, കുറേ അധികം സ്ത്രീകൾ. പലപ്പോഴും എനിക്ക് തോന്നി, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു മതത്തിനെ പറയല്ല. എൻ്റെ അടുത്ത് ഇന്നലെ വന്ന് അവരുടെ ദുഃഖം പറഞ്ഞതിൽ 99% പേര് മുസ്ലിം കുട്ടികളായിരുന്നു. അതിൽ പലതും വിവാഹം കഴിച്ചിട്ടില്ല. ആ കഴിക്കാൻ പോകുന്ന പ്രക്രിയയിൽ അവരനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞു. അടുത്ത കാലത്ത് വിവാഹം കഴിച്ചവരുടെ വേദനകൾ പറഞ്ഞു. വിവാഹം കഴിച്ചിട്ട് കുറേ കാലമായിട്ട് ജീവിക്കുന്നവരുടെ വേദനകൾ പറഞ്ഞു. അധ്യാപകരിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ അനുഭവങ്ങൾ പറയുകയുണ്ടായി. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാനെടുത്ത ക്ലാസ്, ഞാനൊരു വിദ്യാർത്ഥികളായ സ്ഥിതിക്ക് വാല്യൂ ബേസ്ഡ് ലൈഫിനെ കുറിച്ച് എടുക്കാൻ പോയതാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എടുക്കണം എന്നുള്ള അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്. എനിക്ക് ഇന്നുവരെയുള്ള പ്രഭാഷണത്തിൽ ഇങ്ങനൊരു വിഷയം അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം, മലയാളി സിനിമകളിലെല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കുടുംബജീവിതത്തെക്കുറിച്ച് സ്പർശിക്കാത്ത ഒരു സിനിമ പോലും മലയാളത്തിലില്ല. പ്രത്യക്ഷ ക്ലാസ്മേറ്റ് സിനിമ എടുത്താലും, ആറാം തമ്പുരാൻ എന്ന സിനിമ എടുത്താലും, കമ്മീഷണർ എന്ന സിനിമ എടുത്താലും, ദേവാസുരം എന്ന സിനിമ എടുത്താലും, തേന്മാവിൻ കുമ്പത്ത് എന്നുള്ള സിനിമ എടുത്താലും, കിലുക്കം എന്ന സിനിമ എടുത്താലും, മതിലുകൾ എന്ന സിനിമ എടുത്താലും, യാത്രാമൊഴി എന്ന സിനിമ എടുത്താലും, വിട പറയും മുമ്പേ എന്നുള്ള സിനിമ എടുത്താലും, കഥ പറയുമ്പോൾ എന്ന സിനിമ എടുത്താലും, എല്ലാം ധൈര്യമായിട്ട് തുറന്ന മനസ്സോടുകൂടി വിലയിരുത്താനുള്ള കഴിവുണ്ടെങ്കിൽ മുഴുവനും കുടുംബജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധം അത് വിവാഹത്തിന് മുമ്പുള്ളതും കുറച്ചുണ്ടാവും, വിവാഹ സമയത്തുള്ളതുണ്ടാവും, വിവാഹത്തിന് ശേഷമുള്ളതുണ്ടാവും.
കുട്ടികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുണ്ടാവും, സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുണ്ടാവും. കുറേ എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ആ പെൺകുട്ടികൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ടി വിയിലിരുന്നോ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവർ സിനിമ കാണുന്നു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, അടുത്ത കാര്യം ചെയ്തുകൊണ്ട് പോകും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ആ കുട്ടികളോടും പറഞ്ഞത് ഇതാണ്: നിങ്ങളിലോ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നല്ലതാണെങ്കിൽ പ്രയോജനപ്പെടുമെങ്കിൽ ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് സമയം കിട്ടുമ്പോൾ ചിന്തിക്കണം. അതിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അതിലെ തിന്മകൾ നമുക്ക് പാഠമാവണം. ഓരോന്നിലും നന്മ തിന്മകളുണ്ട്. അതെല്ലാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ഭർത്താവിനെ കിട്ടാനുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു നന്ദനം എന്ന സിനിമയുടെ കഥ മുഴുവനും. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അവസാനം ഒരു വേലക്കാരിയായിട്ടുള്ള പെൺകുട്ടി തനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പ്രയത്നിച്ച് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിട്ട് പോലും അവസാനം ഈശ്വരാനുഗ്രഹം, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല, ഈശ്വരാനുഗ്രഹം എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ സാധിക്കില്ല. ആ കഥ ജീവിതാനുഭവം പോലെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇങ്ങനെ ഓരോ പോയിന്റ് പറഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റു പല പ്രഭാഷണങ്ങളുണ്ട്. ഇന്നലെ കളർകോട് പ്രഭാഷണം ഉണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയുടെ കീഴിലുള്ള സെയിന്റ് മേരീസ് സ്കൂളിൽ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നിയിരുന്നുവെങ്കിലും ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഈ IT കേരളയിൽ കൊടുത്ത ക്ലാസ്, അത് മഹാഭാഗ്യത്തിൽ അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയ ഉടനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഒരു പ്രത്യേക അനുഭൂതിയോടുകൂടിയാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നത്. സാധാരണ പെൺകുട്ടികൾ, വളരെ സാധാരണ പെൺകുട്ടികൾ, വിവാഹം കഴിഞ്ഞവർ കുറച്ച് പേരുണ്ട്, ബാക്കിയുള്ളത് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായമായവരാണ്. അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനൊരു അബ്സ്ട്രാക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു സ്പീച്ചിൻ്റെ ലെവലിൽ 2 മണിക്കൂർ എടുത്ത ക്ലാസ് പിന്നീട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെങ്കിൽ അത് അതിൻ്റെ യഥാർത്ഥത്തിൽ IT കേരള എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എന്നെ ക്ഷണിച്ച് ഈ ക്ലാസ് നടത്തിയതിൽ അതിലെ വീഡിയോ എടുത്തത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെങ്കിൽ ആ ക്ലാസ് തുടങ്ങി, ആ ക്ലാസ് അവസാനിച്ച്, ആ ക്ലാസിൻ്റെ ഇഫക്റ്റ് തീർന്നു എന്നുള്ളതിന് പകരം ആ ക്ലാസ് അവിടെ എടുത്ത് അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് എത്ര കാലം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടാവുമോ അത്രയും കാലം അത് കാണുന്നവർക്കും അതിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പ്രയോജനപ്പെടും. ഞാൻ ഈ പെൺകുട്ടികളോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് ഞാൻ നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും പറയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ക്ലാസ് എടുത്തത്. എന്നും നമ്മളുടെ മനസ്സും ശരീരവും നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മുടെ സമൂഹവും രാഷ്ട്രവും തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുമുള്ള പ്രയാണമായിരിക്കണം. ഇവിടെ ഒന്നും ആരും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരില്ല, ആരും യെരുശലേമിൽ നിന്ന് വന്നവരില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ആയിരുന്നു നിങ്ങളെല്ലാം. അതുകൊണ്ട് ഈ നാടിൻ്റെ സംസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും സംസ്കാരമാണ്. പാശ്ചാത്യ സംസ്കാരം കൊണ്ട് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ പറ്റില്ല. സൗദി അറേബ്യയിലെ സംസ്കാരം കൊണ്ട് ഇവിടുത്തെ ഒരു മുസ്ലിമിനും ജീവിക്കാൻ സാധിക്കില്ല. അവർക്ക് ഇസ്ലാമിൻ്റേതായിട്ടുള്ള തീവ്രത ഉണ്ടാകുമായിരിക്കാം, ക്രിസ്ത്യാനിയുടേതായിട്ടുള്ള തീവ്രത ഉണ്ടാകുമായിരിക്കാം. സംസ്കാരം ഈ നാടിൻ്റേത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ നന്മകൾ സ്വീകരിച്ച് ഇവിടുത്തെ ധന്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. അവിടെ ആ 2 മണിക്കൂർ ക്ലാസ് ഒരു ദിവ്യാനുഭൂതിയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് അതിലെ പ്രധാന പോയിന്റുകൾ പറഞ്ഞു. അബ്സ്ട്രാക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ജീവിതത്തിൽ പകർത്തുക, എന്നിട്ട് മറ്റുള്ളവരെയും ഇത് അറിയിക്കുക. നിങ്ങൾ കാരണം കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ടാൽ
വളരെ 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 പ്രയോജനപ്പെടട്ടെ. ഏത് മതത്തിലുള്ളവരാവട്ടെ, ഏത് ജാതിയിലുള്ളവരാവട്ടെ, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയെ അനുസരിച്ച് ജീവിക്കുന്നവരാവട്ടെ, നമ്മളെല്ലാം ഇത് ചെയ്യുന്നത് ജീവിതം ധന്യമാക്കാനാണ് എന്നുള്ളത് മറക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.